സ്നേഹവും കരുതലും നിറഞ്ഞതായിരുന്നു അബൂ ഹൈസം റളിയല്ലാഹു അൻഹുവിൻ്റെയും ഭാര്യ സൈനബിൻ്റെയും ജീവിതം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പുകഴ്ത്തപ്പെട്ട ബന്ധം. ഒരു തണുപ്പുള്ള രാത്രിയായിരുന്നു അത്. പുറത്ത് കാറ്റും മഴയും ഉണ്ടായിരുന്നു. അബുൽ ഹൈസം ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലെത്തിയപ്പോൾ കണ്ടത് അടുപ്പിൻ്റെ മുകളിൽ തീ കാഞ്ഞിരിക്കുന്ന തൻ്റെ പ്രിയപത്നി സൈനബിനെയാണ്. സൈനബിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ സൈനബ് തേങ്ങി. ഇന്ന് പാവപ്പെട്ട ഒരു സ്ത്രീ സഹായം ചോദിച്ച് വന്നിരുന്നു. അവരുടെ കുട്ടികൾ തണുത്തു വിറക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരു വിഷമം തോന്നുന്നു. സൈനബിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അബൂ ഹൈസം ഹൃദയം നിറഞ്ഞു. എന്നാൽ അബൂ ഹൈസം സൈനബിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നിന്റെ നല്ല മനസ്സ് എനിക്കറിയാം. നമുക്കവരെ എങ്ങനെ സഹായിക്കാമെന്ന് ചിന്തിക്കാം. അവർ രണ്ടുപേരും തൻ്റെ കയ്യിലുള്ള തുച്ഛമായ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് പണമെടുത്ത് ആ സ്ത്രീയെ സഹായിക്കാൻ തീരുമാനിച്ചു. അവർ തങ്ങളുടെ പുതപ്പുകളും വസ്ത്രങ്ങളും ആ പാവപ്പെട്ട കുടുംബത്തിന് നൽകി. അവരുടെ ചെറിയ സഹായം പോലും ആ പാവപ്പെട്ട കുടുംബത്തിന് വലിയ ആശ്വാസമായി. ആ രാത്രി അവർ ആത്മനിർവൃതിയോടെ ഉറങ്ങി. അബുൽ ഹൈസമിൻ്റെയും ഭാര്യ സൈനബിൻ്റെയും ഈ പ്രവൃത്തി അവരുടെ ദാമ്പത്യത്തിലെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആഴം വെളിപ്പെടുത്തുന്നതാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള അവരുടെ മനസ്സ് അവരുടെ ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കി. ഇസ്ലാം ദാമ്പത്യത്തെ ഒരു കൂട്ട ഉത്തരവാദിത്തമായാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം സഹായിക്കേണ്ടവരാണ് ദമ്പതിമാർ. നന്മ നിറഞ്ഞ കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കുന്നതിലൂടെ ദാമ്പത്യം കൂടുതൽ ശക്തമാവുകയും ഇരുവർക്കും അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാനും തൻ്റെ ഇണയോട് കരുണ കാണിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ.